Hi, welcome to Lash Class. BA English Literature of the Marginalized റെയിൻ എ ജേർണി ഇൻ ടു ദ വേൾഡ് ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഒരു ബ്ലൈൻഡ് പേഴ്സൺ റെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള സമ്മറിയും ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സിൻ്റെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, ഹിയറിംഗ് ദ റെയിൻ. ജോൺ ഹൾ describes opening his door to rain and being struck by its beauty. അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഈ ഡോർ തുറന്നിട്ട് അവിടെ മഴ പെയ്യുകയാണ്. അതിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ലയിച്ചു പോകുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. He explains how rain creates a soundscape with the different sounds revealing the shapes and textures of his surroundings. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ മഴയുടെ സൗണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. ഈ മഴത്തുള്ളികൾ ഓരോ വസ്തുവിൽ വന്ന് വീഴുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും എന്താണ് ഉള്ളത് എന്നുള്ളത് ആ ശബ്ദത്തിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. He details the sound hitting the roof, walls, shrubs, lawn, fence, path and road. അദ്ദേഹത്തിൻ്റെ റൂഫിൻ്റെ മുകളിൽ ഈ മഴവെള്ളം വീഴുമ്പോഴും അതുപോലെ തന്നെ മുറ്റത്ത്, അതുപോലെ തന്നെ റോഡിൽ, അവിടെയുള്ള ചെടികളുടെ മുകളിൽ ഒക്കെ മഴവെള്ളം വീഴുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ട് 2, റെയിൻ വേഴ്സസ് മെമ്മറി. ഹൾ കോൺട്രാസ്റ്റ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് റെയിൻ വിത്ത് ഹിസ് യൂഷ്വൽ റിലയൻസ് ഓൺ മെമ്മറി ടു നാവിഗേറ്റ്. അപ്പോൾ ഒരു ബ്ലൈൻഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ മെമ്മറി ഇദ്ദേഹത്തിന് വളരെ പ്രധാനമാണ്. കാരണം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴും നടക്കുമ്പോഴും എല്ലാം അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്നത്. പക്ഷേ റെയിൻ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ഈ ശബ്ദത്തിലൂടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. He explains how he normally knows things are there but doesn't experience them directly until touched. ഇദ്ദേഹത്തിൻ്റെ സാധാരണ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹം ഇങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വസ്തു ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് അതുണ്ടായിരിക്കും, ഇതുണ്ടായിരിക്കും എന്നൊക്കെ. പക്ഷേ അദ്ദേഹം അത് സ്പർശിക്കുമ്പോൾ മാത്രമാണ് അത് അനുഭവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നത്, കാണാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ ഈ റെയിൻ വരുന്ന സമയത്ത് ഈ മഴത്തുള്ളികൾ പതിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് സ്പർശിക്കാതെ തന്നെ അവിടെ ഉണ്ട് എന്നുള്ള സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ റൂമിനകത്തും മഴ പെയ്തിരുന്നെങ്കിൽ ഈ റൂമിനകത്തുള്ള കാര്യങ്ങളും അറിയാമായിരുന്നല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. റെയിൻ ഓൺ ദി അതർ ഹാൻഡ് പ്രസൻസ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദ വേൾഡ് ഓൾ അറ്റ് വൺസ് ത്രൂ സൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് സാധാരണഗതിക്ക് ഇദ്ദേഹത്തിൻ്റെ വഴിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ സ്പർശിക്കുമ്പോൾ മാത്രമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. പക്ഷെ ഈ റെയിനിലൂടെ അദ്ദേഹത്തിന് ആ ശബ്ദത്തിലൂടെ അവയുടെ എല്ലാം സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പാർട്ട് 3, റെയിൻ ആസ് എ ഗിഫ്റ്റ്. ഹൾ എക്സ്പ്രസസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ റെയിൻ, കോളിംഗ് ഇറ്റ് എ ഗിഫ്റ്റ് ദാറ്റ് അലൗസ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് സറൗണ്ടിങ്സ്. അപ്പോൾ ഈ റെയിൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളത് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ്. ആ തരത്തിൽ റെയിൻ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഫീൽസ് എ സെൻസ് ഓഫ് കണക്ഷൻ ടു ദ വേൾഡ് ആൻഡ് ലെസ് ഐസൊലേറ്റഡ് ഫ്രം ഹിസ് തോട്ട്സ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിത രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം എന്തെങ്കിലും പോയി സ്പർശിക്കുമ്പോൾ മാത്രമാണ് അതവിടെ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരിക്കുക, ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാതെ. പക്ഷെ ഈ മഴ പെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധം അദ്ദേഹത്തിന് ലഭിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. The rain transforms its experience from fragmented anticipation to a complete and present reality. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേഷൻ ആണ്. അതായത് ഒരു വസ്തുവിനെ സ്പർശിക്കുന്നത് വരെ അതവിടെ ഉണ്ട് എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ റെയിൻ ആവുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു റിയാലിറ്റിയുടെ ആ ഒരു ഫീല് ലഭിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു അവബോധവും അദ്ദേഹത്തിന് അവിടെ ഉണ്ടാകുന്നു. പാർട്ട് 4, The beauty of knowledge. Hull reflects on the beauty of knowledge itself. അപ്പോൾ ഈ മഴ അദ്ദേഹത്തിന് ഒരു നോളജ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സറൗണ്ടിങ്ങിനെ കുറിച്ചിട്ട്, അതിൻ്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത്.
He suggests that beauty arises from understanding the complexity and harmony of the world. അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിൻ്റെ ഈ കോംപ്ലക്സിറ്റി, സങ്കീർണത, അതുപോലെ തന്നെ അതിൻ്റെ ഹാർമണി, അതിൽ നിന്നാണ് സൗന്ദര്യം വരുന്നത് എന്നുള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ആ ഒരു പെർസ്പെക്റ്റീവ് അദ്ദേഹത്തിന് മഴ പെയ്യുമ്പോൾ ആ മഴയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സറൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ലഭിക്കുന്നത്. By listening to the rain, he feels he becomes one with it, mirroring its intricate soundscape within himself. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇദ്ദേഹത്തിന് ഈ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവുന്നതും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതും ഈ റെയിനിലൂടെയാണ്. അങ്ങനെ ആ റെയിൻ അദ്ദേഹത്തിന് ഒരു മിറർ ഇമേജ് പോലെ അദ്ദേഹത്തിൻ്റെ സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ചിത്രം മനസ്സിൽ കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്, ഒരു ഹാർമണി അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ ഹാർമണിയിലാണ് അദ്ദേഹം ഈ ഒരു ബ്യൂട്ടി ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബ്ലൈൻഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ടച്ചിങ് അല്ലെങ്കിൽ സ്പർശനം ഉപയോഗിച്ചുകൊണ്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങളെ അറിഞ്ഞിരുന്നത്. പക്ഷേ റെയിൻ അദ്ദേഹത്തിന് അതിൻ്റെ സൗണ്ടിലൂടെ ഈ ഒരു സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം സാധാരണഗതിക്ക് ഇങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാതെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുമ്പോൾ, എത്ര കോംപ്ലക്സ് ആണ് ഈ ലോകം എന്നുള്ള കാര്യം അറിയുമ്പോൾ, അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ കഴിയുമ്പോൾ അതിലൊരു ഹാർമണി ഫീൽ ചെയ്യുകയാണ്. അദ്ദേഹം അതിൻ്റെ ഭാഗമാണ്, ചുറ്റുമുള്ളതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുകയാണ്. അതിൽ അദ്ദേഹം ഈ ഒരു ബ്യൂട്ടി കണ്ടെത്തുന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഇതിലെ തീംസ് നോക്കാം. പെർസെപ്ഷൻ ത്രൂ സൗണ്ട്. The passage explores how sound, specifically the sound of rain, becomes a powerful tool for perception for a blind person. ഒരു ബ്ലൈൻഡ് പേഴ്സണ് സൗണ്ട്, പ്രത്യേകിച്ചും ഈ റെയിൻ ഉണ്ടാക്കുന്ന സൗണ്ട് എങ്ങനെയാണ് ഈ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ട് ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കുന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. Rain creates a detailed map of the surroundings, revealing shapes, textures and even spatial relationships. അപ്പോൾ ഈ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളുടെ ഷേപ്പ്, അതുപോലെ തന്നെ സ്പേഷ്യൽ റിലേഷൻഷിപ്പ്, അത് അടുത്താണോ അതോ ദൂരെയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അവയർനെസ് ഈ സൗണ്ടിലൂടെ ലഭിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ബ്ലൈൻഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സെൻസുകളിലൂടെ, ഇപ്പോൾ സൗണ്ട് പോലുള്ള മറ്റ് സെൻസുകളിലൂടെ എങ്ങനെയാണ് ഈ സറൗണ്ടിങ്സ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ദ ഗിഫ്റ്റ് ഓഫ് നോളജ്. Rain is portrayed as a gift that grants access to a fuller understanding of the world. ഇനി റെയിനെ അദ്ദേഹം ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഈ ലോകത്തെ കുറിച്ചിട്ടൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഗിഫ്റ്റ് എന്ന രീതിയിലാണ് റെയിനെ കുറിച്ചിട്ട് പറയുന്നത്. Hull reflects on the beauty inherent in knowledge itself, particularly the ability to understand the complexities and harmonies present in the world. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഈ റെയിൻ അദ്ദേഹത്തിൻ്റെ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് കൊടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറിയിട്ട് ഒരു ഹാർമണി അദ്ദേഹത്തിൻ്റെ ലോകവുമായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ ഹാർമണി ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണെന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഇതിലെ വിവിഡ് ലാംഗ്വേജ് ആണ്. Hull uses descriptive language to paint a picture of the soundscape he experiences. ഈ സൗണ്ടിലൂടെ അദ്ദേഹം എങ്ങനെയാണ് സറൗണ്ടിങ്ങിനെ പെർസീവ് ചെയ്യുന്നുള്ളത് ഇദ്ദേഹം വിവിഡ് ലാംഗ്വേജിലൂടെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വേർഡ്സ് ലൈക്ക് പാറ്ററിങ്, ഡ്രമ്മിങ്, സ്പ്ലാഷിങ് ആൻഡ് കാസ്കേഡ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഇമേഷൻ ഫോർ ദ റീഡർ. അപ്പോൾ ഈ മഴത്തുള്ളികൾ ഓരോ വസ്തുക്കളിലും വന്ന് പതിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് ആ ശബ്ദത്തെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ മഴയുടെ ശബ്ദത്തിൽ നിന്ന് ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നതെന്നുള്ള കാര്യം റീഡർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. The passage highlights Hull's exceptional ability to discern subtle variations in sound. മറ്റൊരു കാര്യം വരുന്നത്, ഇദ്ദേഹത്തിന് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് സെൻസസുകൾ വളരെ പവർഫുൾ ആണ്. ഈ സൗണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതിൽ ചെറിയ വ്യത്യാസങ്ങളിലൂടെ ഈ മഴത്തുള്ളികൾ ഏത് വസ്തുവിലാണ് പതിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദീസ് വേരിയേഷൻസ് അലോ ഹിം ടു മാപ്പ് ഹിസ് സറൗണ്ടിങ്സ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. അങ്ങനെ
അദ്ദേഹത്തിന് ഈ സൗണ്ടിലുള്ള ഈ ഒരു എബിലിറ്റി കാരണം കൊണ്ട് ചുറ്റുമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെൻസ് കുറഞ്ഞതിൻ്റെ സാഹചര്യത്തിൽ മറ്റുള്ള സെൻസുകൾ പവർഫുൾ ആവുകയും ഇമ്പോർട്ടൻ്റ് ആവുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി നമ്മളിതിനകത്ത് കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.